ഹലോ എവരിവൺ. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ലൈഫിന്റെ ഒരു റിയാലിറ്റിയെ കുറിച്ചാണ്. ഇതാണ് ഒരു മനുഷ്യൻ എന്ന് വിചാരിക്കുക. അപ്പം ഇപ്പം ഈ ബലൂൺ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ബലൂൺ അപ്രത്യക്ഷമായി. റബ്ബറിന്റെ ചെറിയൊരു പീസ് മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് ബലൂൺ വിളിക്കാൻ പറ്റുകയില്ല. ശരിക്കും എവിടെ പോയെന്ന് ചോദിച്ചാല് ഇതിനകത്ത് നിറച്ച എയർ ഈ പ്രപഞ്ചമായിട്ട് ലയിച്ചു. ഇതിനകത്ത് നിന്നപ്പോഴാണ് ഇതൊരു ബലൂൺ ആയിരുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ ലൈഫും. ഈ ലൈഫ് മരണശേഷം എങ്ങോട്ടാ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ ലയിക്കുന്നേ ഉള്ളൂ. ഈ എയർ ഈ പ്രപഞ്ചത്തിൽ ലയിച്ചതുപോലെ അത്ര സിമ്പിളാ കാര്യങ്ങൾ. പിന്നെ നമ്മളത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അത് മനുഷ്യനെ നമ്മൾ സ്പെഷ്യലാന്നാ പഠിപ്പിക്കുന്നത്, യുണീക്കാന്നല്ല. സ്പെഷ്യലാന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാല് ഈഗോയിസ്റ്റിക് ആവും മൈൻഡ്. ആ സ്പെഷ്യൽ അവിടെ വരുമ്പോഴേ ഈഗോ അവിടെ ആക്റ്റീവ് ആവും. അതേസമയം യുണീക്കാന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈഗോ ഇല്ല, അത് റിയാലിറ്റിയാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെയാണ് നിങ്ങളുടെ സാധ്യത മുഴുവൻ ഇരിക്കുന്നത്. അതേസമയം നിങ്ങൾ സ്പെഷ്യലാന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈഗോയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് നമുക്ക് ദോഷേ ചെയ്യത്തുള്ളൂ. കടലിലെ ഒരു തുള്ളി പോലെ, ആ തുള്ളി മാറി നിൽക്കുമ്പോൾ ആ ശക്തിയില്ല. അതേസമയം ആ തുള്ളി കടലിൽ ലയിച്ചു കഴിഞ്ഞാൽ കടലിന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഈഗോയിസ്റ്റിക് ഇല്ലാത്ത ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ മനഃശക്തി ഉള്ളത്. അയാൾക്ക് മാത്രമേ ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് മാത്രമേ ഉള്ളൂ കൂടുതൽ ആൾക്കാരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും ചെയ്യാനും ഒരു വലിയൊരു ഗ്രൂപ്പ് സൃഷ്ടിക്കാനും സാധിക്കുകയുള്ളൂ. ആ ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലീഡർഷിപ്പ് സ്കിൽ കാണത്തില്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴും ഞാൻ എന്നുള്ള ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തുമില്ല. അപ്പം ഇപ്പം ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്നതും ഇതെല്ലാം മരണശേഷം നമ്മൾ സ്വർഗത്തിൽ പോകുന്നു അല്ലെ നരകത്തിൽ പോകുന്നു. കാര്യം ഈ ഭൂമി ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ഏതെങ്കിലും ഒരു മതത്തിൽപ്പെടും, അല്ലെങ്കിൽ ആ മതത്തിൽ ചേർക്കപ്പെട്ടാണ് വളർത്തപ്പെടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണ്ടത്തെ കാലത്ത് സയൻസ് ഡെവലപ്പ് ആയിട്ടില്ല. അന്ന് അവർക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റുള്ളൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇതെല്ലാം. അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടാന്ന് അറിയത്തില്ല, അപ്പൊ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല സമയത്ത് കടലിൽ കഴിഞ്ഞ് കഴിഞ്ഞാല് കുഴിയാന്നും എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. കാര്യം സയന്റിഫിക് ആയിട്ട് തെളിയിക്കാത്ത കാലത്ത് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങത്തില്ല. ഇപ്പം US തന്നെ നേരത്തെ ശിക്ഷിക്കപ്പെട്ട ആൾക്കാര് ഇന്ന് സയൻസ് ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും അവര് നിരപരാധിയാണ്. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നവരുണ്ട്. അപ്പൊ സയൻസ് ഡെവലപ്പ് ആവുന്നതനുസരിച്ച് നമ്മളുടെ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ആധുനിക മനുഷ്യൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ചിലർക്ക് ഇത് ബുദ്ധിമുട്ടാണ്, ഇത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. കാര്യം നമ്മൾ ചെറുപ്പത്തോട്ട് അങ്ങനെ കേട്ടോണ്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് ലയിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ മേലാത്ത സമയത്ത്, ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്ത സമയത്ത് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ആൾക്കാരെ അന്ന് നേർവഴിക്ക് നടത്താൻ വേണ്ടി സ്വർഗവും നരകവും ഉണ്ട് എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പൊ ജിയോഗ്രാഫിക്കലി അങ്ങനെ സ്ഥലവും ഇല്ല താനും. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിന്റെയും റിയാലിറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അനുഭവിക്കുകയും നമുക്ക് സത്യം മനസ്സിലാകാതെ വരികയും ചെയ്യും. അപ്പം നമ്മള് എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നടക്കുന്നതെന്നും എന്താണ് സത്യം എന്നും മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. റൈറ്റ് ഡിസിഷൻ എടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു റൈറ്റ് പാത്തിൽ പോവുകയും നമുക്ക് ഒരു സക്സസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫെയിലർ ആയിരിക്കും.
കാര്യം നമ്മുടെ സമയം പാഴായിക്കൊണ്ടിരിക്കുക. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചും ചെയ്തു.